ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ നാലമ്പല ദർശനത്തിലെ രണ്ടാമത്തെ ക്ഷേത്രമായ എളയാവൂർ സംഗമേശ്വര ക്ഷേത്രത്തെക്കുറിച്ചാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ അറിയിക്കുക. കണ്ണൂർ ജില്ലയിലെ നാലമ്പല ക്ഷേത്രങ്ങളിലെ രണ്ടാമത്തെ ക്ഷേത്രമാണ് എളയാവൂർ സംഗമേശ്വര ക്ഷേത്രം. കണ്ണൂർ നഗരത്തിന് ഏതാനും കിലോമീറ്റർ മാത്രം ദൂരെ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് എളയാവൂരിലേത്. രാമായണ മാസാചരണ കാലത്ത് നാലമ്പല ദർശനത്തിനെത്തുന്നവർ രണ്ടാമതായി എത്തുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ഇത്. കർക്കിടക മാസം പിറന്നത് മുതൽ നൂറുകണക്കിന് തീർത്ഥാടകരാണ് ഈ ഭരത ക്ഷേത്രത്തിൽ എത്തുന്നത്. ഭരതൻ താപസ വേഷത്തിൽ ജലമാല അണിഞ്ഞിരിക്കുന്നത് പ്രത്യേക പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. ഹനുമാൻ പ്രതിഷ്ഠയായുള്ള ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥന ചെയ്യുമ്പോൾ ശ്രീരാമനായ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അംശാവതാരവുമായ ശ്രീ ഭരതദേവനെ പ്രാർത്ഥിക്കുന്നത് സാക്ഷാത് പരമാത്മ സ്വരൂപവും സർവേശ്വരനുമായ ശ്രീ മഹാവിഷ്ണുവിനെ പൂജിക്കുന്നതിന് തുല്യമാണ് എന്നതാണ് വിശ്വാസം. ഉത്സവം കന്നിമൂല ഭഗവതി അമ്മയായ ശ്രീ ആദിപരാശക്തിയുടെ മുൻപിൽ കൊടിയില വെച്ച് വിശേഷാൽ പൂജകളോടുകൂടിയാണ് പൂരത്തിന് ഇവിടെ സമാരംഭിക്കുന്നത്. എത്തിച്ചേരാനുള്ള വഴി: കണ്ണൂർ മേലെ ചൊവ്വയിലിറങ്ങി മട്ടന്നൂർ വിമാനത്താവള റോഡിലൂടെ ബസ്സിൽ മുണ്ടയാട് കോഴി ഫാം സ്റ്റോപ്പിലിറങ്ങി 2 കിലോമീറ്റർ ഇടറോഡിലൂടെ സഞ്ചരിച്ചാൽ എത്താൻ കഴിയും. വിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തലശ്ശേരി ഭാഗത്ത് നിന്നും പ്രത്യേക വാഹനങ്ങളിൽ വരുന്നവർക്ക് താഴെ ചൊവ്വ വഴി മുണ്ടിയാട് റോഡിലേക്ക് കയറിയാൽ 3 കിലോമീറ്റർ ദൂരം പിന്നിട്ടാൽ ക്ഷേത്രത്തിൽ എത്താം. പ്രതിഷ്ഠയും ഉപദേവതകളും: പ്രധാന ദേവപ്രതിഷ്ഠയായ ഭരതന് പുറമെ ക്ഷേത്രത്തിൻ്റെ ഈശാന കോണിൽ ശ്രീകൃഷ്ണൻ്റെ ബാലരൂപമായ അമ്പാടിക്കണ്ണനും നാലമ്പലത്തിനുള്ളിൽ മഹാഗണപതിയും വായുകോണിൽ കോലിപ്പനായ മഹാവിഷ്ണുവും ദേവീക്ഷേത്രത്തിന് പിറകിലായി നാഗനും പ്രതിഷ്ഠകളായി ഉണ്ട്. പ്രധാന ക്ഷേത്രത്തിന് തെക്ക് മതിൽ കെട്ടിന് പുറത്ത് ഉപക്ഷേത്രത്തിൽ വിഷ്ണുമൂർത്തിയും കുടികൊള്ളുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ കന്നിമൂലയിൽ അഭീഷ്ടവരദായിനിയായ ശ്രീ ഭഗവതിയമ്മയും വസിക്കുന്നുണ്ട്. ഇവിടെ ശക്തി ചൈതന്യം വളരെയധികം വർദ്ധിക്കുകയും ശത്രുദോഷ നിവാരണത്തിനും സമ്പദ് വർധനയ്ക്കും വിദ്യാവിജയത്തിനുമൊക്കെ ഭക്തജനങ്ങൾ വിദൂര നാടുകളിൽ നിന്നും മറ്റും ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അടുത്ത വീഡിയോയുമായും വരാം. ആ വീഡിയോയിൽ പെരിഞ്ചേരി ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. നന്ദി, നമസ്കാരം.